ഇത് 2021 മോഡൽ മാനുവൽ പെട്രോൾ XZ ആണ് വേരിയന്റ്. നെക്സോൺ EV. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2023 മോഡൽ XZ പ്ലസ് ഡാർക്ക് എഡിഷൻ ആണ്. ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഓക്കേ. യാരിസ് V ആണ് വേരിയന്റ്. നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2023 ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് ZX. ഇത് 2019 മോഡൽ ജാസ് 1.5 ആണ് V വേരിയന്റ്. നെക്സ്റ്റ് മഹേന്ദ്ര ഥാർ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് 2 വീൽ ഡ്രൈവ് ആണ് ഓട്ടോമാറ്റിക് പെട്രോൾ 2023 മോഡൽ. ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ഓട്ടോമാറ്റിക് പെട്രോൾ 2024. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ എക്സ്ട്രൈവിലാണ് തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരാൻ ലൊക്കേഷൻ വരുന്നത്. അത്യാവശ്യം കുറേ ലോ ബഡ്ജറ്റ് കാറുകളുടെ കളക്ഷൻ ഉണ്ട് ഇവിടെ. അത്യാവശ്യം ലോ ബഡ്ജറ്റ് മീൻസ് നമ്മുടെ മിഡിൽ സെഗ്മെൻറ്റ് വണ്ടികളും അതേമാതിരി പ്രീമിയം സെഗ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അത്യാവശ്യം മിഡിൽ സെഗ്മെൻറ്റ് വണ്ടിയുണ്ട് കാണിക്കുന്നത്. ലൊക്കേഷൻ തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂർ. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ ഡീറ്റെയിൽസ് പറയാനായിട്ട് അനാമികയുണ്ട്. അനാമിക നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരാണ്. നമ്മുടെ UST ഗ്ലോബലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം ബഡ്ജറ്റ് കാറുകൾ അല്ലേ? അതെ. അപ്പോൾ ഫസ്റ്റ് ഓൾട്ടോ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് 2023 ആണ് മോഡൽ. ഓൾട്ടോ K10 VXI പ്ലസ് ആ വേരിയന്റ് വരുന്നത്. ഓൾട്ടോ K10 ആണല്ലേ? അതെ. 42,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ ഓണർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ. ഒരു കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്, മെയിൻറ്റൈൻ ഉണ്ട്, നീറ്റ് ആയിരിക്കുന്നുണ്ട്. ഇതിനകത്ത് AC വരുന്നുണ്ട്, സെയിം മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്, 2 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. വേറെ ഫുള്ളി കമ്പനി സർവീസ് ആണല്ലോ? അതെ. അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 4,15,000 ആസ്കിംഗ് പ്രൈസ് ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതെ. ഓക്കെ. അപ്പോൾ ഫിനാൻസ് എങ്ങനെയാണ് വരുന്നത്? ഫിനാൻസ് നമ്മൾ ഓൾമോസ്റ്റ് 30 ബാങ്ക്സ് ഫിനാൻസ് ചെയ്യുന്നത്. കസ്റ്റമറിന്റെ പ്രിഫറൻസ് അനുസരിച്ച് ഫിനാൻസ് ചെയ്ത് കൊടുക്കും. 90% വരെ ഫിനാൻസ് അപ്രൂവ് ആവും. 90% ഫണ്ടിങ് കിട്ടും അല്ലേ? നെക്സ്റ്റ് ഹോണ്ട ജാസ്. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2019 മോഡൽ ജാസ് 1.5 ആണ്. V വേരിയന്റ് ആണ്. പെട്രോൾ അല്ലേ? അതെ, പെട്രോൾ മാനുവൽ പെട്രോൾ. 42,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഓക്കെ. കിലോമീറ്റർ 42,000 കിലോമീറ്റർ. അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ്സ് ഒന്നും വരുന്നില്ല. കമ്പനി സർവീസിനാണല്ലോ? അതെ, കമ്പനി സർവീസ്ഡ് ആണ്. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ടെങ്കിട്ടാണ്. അത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, സ്റ്റീറിംഗ് മോഡ് കൺട്രോൾസ്, മോട്ടോർ പവറിൻ്റെ കുറച്ച് കാര്യമെല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഹോണ്ട ജാസ് നമുക്ക് പെട്രോൾ ആകുമ്പോൾ മൈലേജ് ഒരു 12-13 റേഞ്ച് വരില്ലേ? 14+ മൈലേജ് ഉണ്ടാവും. അതെ. വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. അതെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇതിന് നമുക്ക് 5,400 ആസ്കിംഗ് പ്രൈസ് ആണ്. ഇതും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഫിനാൻസ് എങ്ങനെയാണ് വരുന്നത് ഫണ്ടിങ്? ഇതും സെയിം ആണ്. നമുക്ക് 90% വരെ ലോൺ അപ്രൂവ് ആവും. ഫിനാൻസ് എല്ലാം ഞങ്ങൾ തന്നെയാണ് ഫെസിലിറ്റീസ് ചെയ്യുന്നത്. നെയിം ചേഞ്ചിങ് ഉൾപ്പെടെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് മഹേന്ദ്ര ഥാർ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് 2 വീൽ ഡ്രൈവ് ആണ് ഓട്ടോമാറ്റിക് പെട്രോൾ 2023 മോഡൽ. ഓട്ടോമാറ്റിക് പെട്രോൾ? അതെ. ഓക്കെ. 2023? അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഫസ്റ്റ് ഓണർ ആണ്. 57,000 കിലോമീറ്റർ. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ്സ് ഒന്നും വന്നിട്ടില്ല. ഷോറൂം സർവീസ്ഡ് ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. നീറ്റ് ആയിരിക്കും ഇതിനകത്ത്. ഓക്കെ. അപ്പോൾ എങ്ങനെ താറിന്റെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 13,95,000 ആണ് ആസ്കിംഗ് പ്രൈസ്. എലിജിബിൾ കസ്റ്റമേഴ്സിന് ഫുൾ ലോണും അവൈലബിൾ ആണ്. എയർ കണ്ടീഷൻ ഒരു 50% എയർ ഉണ്ട് അല്ലേ? അതെ. ഓക്കെ. നീറ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പനാമിക നെക്സ്റ്റ് ടയോട്ട യാരിസ് അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഓക്കെ. യാരിസ് V ആണ് വേരിയന്റ്. അതായത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴത്തെ മോഡൽ. പെട്രോൾ അല്ലേ? അതെ, മാനുവൽ പെട്രോൾ ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ ആണ്. കിലോമീറ്റർ 47,000. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, ഒരു റീപ്ലേസ്മെന്റ്സും ഇല്ല. ഓക്കെ. അത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റാണ്. നീറ്റ് ആയിരിക്കുന്നുണ്ട്. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, സ്റ്റീറിംഗ് മോഡ് കൺട്രോൾസ്, മോട്ടോർ പവറിൻ്റെ കുറച്ച് ഫുൾ സ്റ്റാർട്ട്, കീല സെൻറ്റർ എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. അലോയ്സ്. ഓക്കെ. അപ്പോൾ ടയോട്ട യാരിസിൻ്റെ മൈലേജ് എങ്ങനെയാണ് വരുന്നത്? ഇത് നമുക്കൊരു 16+ കിട്ടും. 16+. അതെ. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് വന്നിട്ട് 7,400 ആസ്കിംഗ് പ്രൈസ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് സെയിം ആണ്. അതായത് 90% അപ് ടു ലോൺ അപ്രൂവ് ആവും. ഓക്കെ. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെയാണ്. സ്വിഫ്റ്റ് ഡിസയർ എങ്ങനെയാണ്? ഇത് വന്നിട്ട് 2022 ആണ് മോഡൽ. VXI വേരിയന്റ്. VXI അല്ലേ? ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് വന്നിട്ട് ഫസ്റ്റ് ഓണർ ആണ്. 50,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. ഷോറൂം സർവീസിനാണല്ലോ അല്ലേ? അതെ. ഓക്കെ. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റാണ് കേട്ടോ. അതിനകത്ത് 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്, സ്റ്റീറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് വന്നിട്ട് 6,95 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഫിനാൻസ് സെയിം 90%? സെയിം ആണ്. 90% ഫിനാൻസ് കിട്ടും.
അനവ നെക്സ്റ്റ് ഹോണ്ട സിറ്റി എങ്ങനെയാണ്? ഇത് 2015 മോഡൽ, ഈ വേരിയന്റ്. ഈ ആണോ വേരിയന്റ്? അതെ, മാനുവൽ പെട്രോൾ. ഓണർഷിപ്പ് കിലോമീറ്റർ ഇത് വന്നിട്ട് 45,000 കിലോമീറ്റർ, ഫസ്റ്റ് ഓണർ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിൽ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഓക്കെ. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് പറയുന്നുണ്ട്, കുഴപ്പമില്ല. ഇതിനകത്ത് ഇന്ന് പൈനീറിൻ്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. ഇതിനകത്ത് സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ് ഒന്നും വരുന്നില്ല. ഫോർവേഡ് പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 495 ആസ്കിംഗ് പ്രൈസ്. ഓക്കെ, നെഗോഷ്യബിൾ ആണല്ലോ പ്രൈസ്? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസോ? ഫിനാൻസും സെയിം ആണ്, നമുക്ക് 90% വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2023 ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്, ZXi ഫുൾ ഓപ്ഷൻ. ZXi ആണല്ലേ? അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഇത് വന്നിട്ട് ഫസ്റ്റ് ഓണർ ആണ്, 38,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ, മെയിൻറ്റൈൻ ആണ്, കുഴപ്പമില്ല. അത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ്, മോട്ടോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, ഫുഡ് സ്റ്റാർട്ട്, കീലസ് സെൻറ്റർ എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. ZXi അല്ലേ? അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഏതാണ്ട് ഒരു 60% ടയർ ഉണ്ട്. അതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് 7,75,000 ആസ്കിംഗ് പ്രൈസ് ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്, ഫുൾ ലോണും അവൈലബിൾ ആണ്. ഓക്കെ. നെക്സ്റ്റ് ടാറ്റ ടിയാഗോ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2021 മോഡൽ, മാനുവൽ പെട്രോൾ, XZ ആണ് വേരിയന്റ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ 71,000 കിലോമീറ്റർ, ഫസ്റ്റ് ഓണർ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ? പെട്രോൾ മാനുവൽ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഓക്കെ. അത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റാണ് കേട്ടോ. ഇൻബിൽറ്റ് സ്റ്റീരിയോ ഹർമൻ്റെ വരുന്നുണ്ട്, ഫോർവേഡ് പവറുണ്ട്, പവർ സ്റ്റിയറിംഗ്, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ 4 പുത്തൻ ടയറും ഉണ്ട് അല്ലേ? അതെ. ബാക്കിൽ 80% ടയർ ഉണ്ട്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് 4,55,000 ആസ്കിംഗ് പ്രൈസ് ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഫിനാൻസോ? സെയിം 90% ഫിനാൻസ്. ഓക്കെ. പ്രൊഫൈൽ അനുസരിച്ച് വ്യത്യാസം വരും അല്ലേ? അനാമിക നെക്സോൺ EV. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2023 മോഡൽ, XZ പ്ലസ് ഡാർക്ക് എഡിഷൻ ആണ് വേരിയന്റ്. ഓക്കെ. 81,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഓണർ ആണ്. ഓക്കെ. ഇതിന് നിലവിൽ വാറണ്ടി ഉള്ളതാണോ? അതെ, 8 വർഷം ബാറ്ററി വാറണ്ടി വരുന്നതാണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ്സ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ. ഓക്കെ. ഇതിനകത്ത് നീറ്റാണ്. ഇതിനകത്ത് ഇന്ത്യൻ കണ്ടീഷൻ നീറ്റ് ഇരിപ്പുണ്ട്, സീറ്റ് കുറവുണ്ട്, മെയിൻറ്റൈൻ ആണ്, നീറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിന് വാറണ്ടി വരുന്നുണ്ട് അല്ലേ? കണ്ടിന്യൂസ്. ടയർ കണ്ടീഷൻ ഒരു 50-60% ടയറുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് നമുക്ക് 8,65,000 ആണ് ആസ്കിംഗ് പ്രൈസ്. ഓക്കെ. ഫിനാൻസോ? ഫിനാൻസ് അവൈലബിൾ ആണ്, ഫുൾ ലോൺ കിട്ടും എലിജിബിൾ കസ്റ്റമേഴ്സിന്. ഫുൾ ലോൺ കിട്ടും. അതെ. നെക്സ്റ്റ് i20 അല്ലേ? ഇത് 2024 സ്പോർട്സ് ആണ് വേരിയന്റ്. 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള, ഫസ്റ്റ് ഓണർ. സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോമാറ്റിക് ആണല്ലേ? അതെ, ഓട്ടോമാറ്റിക് പെട്രോൾ. ഓക്കെ. സ്പോർട്സ് വേരിയന്റ്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഓക്കെ. നീറ്റ് കണ്ടീഷൻ ആണ്, വേറെ ഒന്നും സ്ക്രാച്ചസ് ഇല്ല. ടയർ കണ്ടീഷനൊക്കെ തീരുമാനം മാത്രമേ ഉള്ളൂ. 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ? 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്കാണ്, നീറ്റ് ആയിരിക്കും കൊണ്ടുപോകും. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഫോർവേഡ് പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഫുഡ് സ്റ്റാർട്ട് ഒന്നും വരുന്നില്ല അല്ലേ? സ്പോർട്സ് അല്ലേ വരുന്നത്? ആസ്റ്റൈലാണ് ഫുഡ് സ്റ്റാർട്ട്. അലോയ്സ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ്? നമുക്ക് 8,95,000 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്, ഫുൾ ലോണും കിട്ടും. ഫുൾ ലോൺ കിട്ടും? അതെ. ഓക്കെ. i10 ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ഓട്ടോമാറ്റിക് പെട്രോൾ, 2024 മോഡൽ, സ്പോർട്സ്. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർ ആണ്, 12,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ടയർ കണ്ടീഷൻ അതേ മാനേ ഉള്ളൂ, വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും. സ്പോർട്സ് വേരിയന്റ് അല്ലേ? അതെ. ഓക്കെ. ഇതിൻ്റെ കണ്ടീഷനൊക്കെ നീറ്റാണ് കേട്ടോ. ഇതിനകത്ത് ഓട്ടോമാറ്റിക് AC വരുന്നത്, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഫോർവേഡ് പവറുണ്ട്, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഷോറൂം സർവീസ്ഡ് ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? അതെ, ഓട്ടോമാറ്റിക്. മൈലേജ് 12-15 റേഞ്ച് വരുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്ക് ഇനി 7,400 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഫിനാൻസോ? ഫിനാൻസ് സെയിം ആണ്, ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും. പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ? പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ. നെക്സ്റ്റ് Volkswagen Virtus. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2025 ആണ് മോഡൽ, ടോപ്പ് ലൈൻ ആണ്, 1 ലിറ്റർ TSI ഓട്ടോമാറ്റിക് പെട്രോൾ. ഓട്ടോമാറ്റിക് പെട്രോൾ? അതെ. ഓക്കെ. ഇത് 8,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ, ഫസ്റ്റ് ഓണർ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സീറ്റ് ഫാബ്രിക് ആണ്, നീറ്റാണ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ എല്ലാം വരുന്നത്, ഫോർവേഡ് പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ്. നമുക്ക് വേരിയന്റ് ഏതാ വരുന്നത്? ഇത് ടോപ്പ് ലൈൻ ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ. ടോപ്പ് ലൈൻ തൊട്ട് താഴെ അല്ലേ? അതെ. ഓക്കെ. പ്രൈസ് എങ്ങനെയാ? നമുക്ക് 16,85,000 ആണ് ആസ്കിംഗ് പ്രൈസ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസോ? ഫിനാൻസ് 90% ഫിനാൻസ് അവൈലബിൾ ആണ് എലിജിബിൾ കസ്റ്റമേഴ്സിന്. ഓക്കെ.
അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ. അത്യാവശ്യം വണ്ടികൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലാണ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതെ, ഓക്കെ.